ചേടാ, ഒരു പ്രമാദമായ കേസിൽ, സ്ത്രീയുടെ മാനം നഷ്ടപ്പെട്ട ഒരു കേസിൽ, സ്ത്രീ സുരക്ഷയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു പരാതിയിൽ അതിലെ കുറ്റക്കാരനെ, പ്രതിയെ 15 ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലീസിനെ കുറിച്ചല്ലയോ ജനങ്ങൾ ചിന്തിക്കുക? അതിന്റെ കഴിവുകളെ കുറിച്ച് അല്ലെങ്കിൽ കഴിവുകേടുകളെ കുറിച്ചല്ലയോ ജനങ്ങൾ ഓർക്കുക? അതെന്താണ് ഈ പോലീസിന്റെ ഉന്നത തലപ്പത്തിരിക്കുന്നവർ ആലോചിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിങ്ങാണ്, ക്രമസമാധാനമാണ്. ഒരു സർക്കാരിന്റെ എഫിഷ്യൻസി, കഴിവ്, മിടുക്ക്, സാമർഥ്യമൊക്കെ നമ്മൾ കണക്കാക്കുന്നത് പോലീസിങ്ങിലെ അല്ലെങ്കിൽ പോലീസിന്റെ പ്രവർത്തനത്തിലെ മികവും കൂടി പരിഗണിച്ച. ഇവിടെ ഒരു സാധാ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പോലീസ് മികച്ചതാണെന്ന് പറയുക? ജനങ്ങൾ എങ്ങനെ പറയും? ബൈബിളിൽ ഒരു വാചകമുണ്ട്, നിങ്ങൾ എല്ലാം നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ പ്രയോജനമെന്ന് എന്ന് പറഞ്ഞതുപോലെ വേറെ എല്ലാ വകുപ്പുകളിലും ഒന്നാം നമ്പറായാലും പോലീസിങ്ങിൽ, ക്രമസമാധാനത്തിൽ, കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ അല്ലെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പോലീസ് പരാജയപ്പെട്ടാൽ പിന്നെ എന്താണ്, എന്ത് നേട്ടത്തിന്റെ പേരിലാണ് ഒരു സർക്കാരിന് അഭിമാനിക്കാൻ കഴിയുക അല്ലെങ്കിൽ അഹങ്കരിക്കാൻ കഴിയുക? ആ ദുഃഖസത്യം പോലീസ് ഓർത്തില്ല. പോലീസ് ഓർക്കാതിരുന്നാണോ അതോ പോലീസിന്റെ പക്ക കഴിവുകേടാണോ? അതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.